ഹായ് വെൽക്കം ടു വി ബി വൈ ഐ ടി ഐ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാൻ ശ്യാംലി. ഞാനിന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ട്രേഡിലെ മാഗ്നറ്റിസം എന്ന മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഈസ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? അതായത് നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ്? ഓപ്ഷൻ എ എയർ, ഓപ്ഷൻ ബി സ്റ്റീൽ, ഓപ്ഷൻ സി വാട്ടർ, ഓപ്ഷൻ ഡി പ്ലാറ്റിനം. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്ക് മാഗ്നറ്റിസം നമ്മൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമ്മൾ മൂന്നായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മാഗ്നറ്റിക് അട്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ളതാണ്, അല്ലെങ്കിൽ ഒത്തിരി കൂടുതൽ അട്രാക്ഷൻ ഉള്ളതാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പെർമിയബിലിറ്റി മച്ച് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ അത്രയും ഹൈ ആണ് അതിൻ്റെ പെർമിയബിലിറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റ്. ഓക്കെ, അതായത് നമ്മുടെ മ്യൂ അല്ലെങ്കിൽ പെർമിയബിലിറ്റിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി റിപ്പൽ ചെയ്യുക മാത്രം. അതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ് എന്നാണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വാട്ടർ. ഇപ്പോൾ ഈ തന്നിട്ടുള്ള ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് തന്നെ വാട്ടറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഫാക്ടർ അഫക്റ്റ് ദ പൊളാരിറ്റി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റ്? അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പൊളാരിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ദി കോയിലിൻ്റെ ലെങ്ത്. ഓപ്ഷൻ ബി ഡയറക്ഷൻ ഓഫ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഓപ്ഷൻ സി സ്ട്രെങ്ത് ഓഫ് കറണ്ടിൻ്റെ സ്ട്രെങ്ത്. ഓപ്ഷൻ ഡി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പൊളാരിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്നാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3: വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്? ഒരു മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് എമ്മിൻ്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആംപിയർ പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി ആംപിയർ മീറ്റർ, ഓപ്ഷൻ സി ആംപിയർ ടേൺസ്, ഓപ്ഷൻ ഡി ആംപിയർ പെർ ടേൺസ്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇ എം എഫിന് അനലോഗസ് ആയിട്ടുള്ളതാണ് ആക്ച്വലി നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ എം എം എഫ് എന്ന് പറയുന്നത്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, സോ ഹിയർ നമുക്കിവിടെ കറക്റ്റ് ആൻസർ, നമ്മുടെ എം എം എഫിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആംപിയർ ടേൺസ് ആണ് എം എം എഫിൻ്റെ യൂണിറ്റ്. ഓക്കെ, അതായത് നമുക്ക് എം എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് എം എം എഫ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് യൂണിറ്റ് നമ്പർ ഓഫ് ടേൺസ് ഉള്ള നമ്മൾ ടേൺസ് എന്ന് പറയുന്നത്. അതുപോലെ കറണ്ടിൻ്റെ യൂണിറ്റാണ് നമ്മുടെ ആംപിയർ. സോ ഹിയർ ദ യൂണിറ്റ് ഓഫ് എം എം എഫ് ഈസ് ആംപിയർ ടേൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ ആംപിയർ ടേൺസ്, ഓപ്ഷൻ ബി വെബർ പെർ ആംപിയർ ടേൺസ്, ഓപ്ഷൻ സി ആംപിയർ ടേൺസ് പെർ വെബർ, ഓപ്ഷൻ ഡി വെബർ പെർ സ്ക്വയർ മീറ്റർ. ഓക്കെ, നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വെബർ പെർ ആംപിയർ ടേൺസ് ആണ് കറക്റ്റ് ആൻസർ. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള പെർമിയൻസ് ആണ്. അതായത് നമ്മുടെ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ കണ്ടക്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആളാണ് നമുക്കിവിടെ പെർമിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ഇതിൻ്റെ പെർമിയൻസിൻ്റെ ഇക്വേഷൻ വരുന്ന നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ എം എം എഫ്. ഓക്കെ, ദെൻ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് മെറ്റീരിയൽ ഈസ് ദി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്ലീറ്റ് വയറിംഗ്, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ബിസ്മത്ത്, ഓപ്ഷൻ ഡി ഗ്രാഫൈറ്റ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് സ്ലൈറ്റ്ലി റിപ്പൽ ആൻഡ് സ്ലൈറ്റ്ലി അട്രാക്റ്റ് ആണ്.
ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോപ്പർ ആണ് നമുക്കിവിടെ ഈ തന്നതിൽ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ബി എച്ച് കർവ്? അത് നമുക്കിവിടെ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗർ തന്നതിനകത്ത് ഇതിനെ നമ്മൾ ബി എച്ച് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ബി, ഇവിടെ നമുക്ക് ബി ആണ്, ബിയും അതുപോലെ എച്ച്, ഇതാണ് നമ്മുടെ എച്ച്. അപ്പോൾ ബിയും എച്ചും തമ്മിൽ വരയ്ക്കുന്ന കേർവാണ് ബി എച്ച് കേർവ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിനകത്ത് ഈ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോയേഴ്സിവിറ്റി, ഓപ്ഷൻ ബി സാച്ചുറേഷൻ പോയിന്റ്, ഓപ്ഷൻ സി മാഗ്നറ്റൈസിങ് ഫോഴ്സ്, ഓപ്ഷൻ ഡി റെസിജ്വൽ മാഗ്നറ്റിസം. നമുക്കിവിടെ തന്നിട്ടുള്ള ഈ എക്സ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, കോയേഴ്സിവിറ്റി ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. What is the similar term in magnetic circuit for conductance in electrical circuit? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഈക്വലായിട്ട് സിമിലർ ആയിട്ട് എന്താണ് വരുന്നത്? അതായത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കണ്ടക്റ്റൻസിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ് വരുന്നത്? അപ്പോൾ ഓപ്ഷൻ എ റിലക്റ്റിവിറ്റി, ഓപ്ഷൻ ബി പെർമിയൻസ്, ഓപ്ഷൻ സി റിലക്റ്റൻസ്, ഓപ്ഷൻ ഡി പെർമിയബിലിറ്റി. നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പെർമിയൻസ് ആണ് നമ്മൾക്ക് കണ്ടക്റ്റൻസിന് ഈക്വലായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്? എന്താണ് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ്? ഓപ്ഷൻ എ വെബർ പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി വെബർ പെർ മീറ്റർ, ഓപ്ഷൻ സി ആംപിയർ ടേൺസ് പെർ വെബർ, ഓപ്ഷൻ ഡി ആംപിയർ ടേൺസ് പെർ മീറ്റർ സ്ക്വയർ. നമുക്കിവിടെ ചോദിച്ചത് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആംപിയർ ടേൺസ് പെർ വെബർ. അപ്പോൾ നമുക്കറിയാം റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നതാണ്, അതേ സിമിലർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ബൈ കറണ്ടാണ് അല്ലേ? അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഇവിടെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എം എഫ് ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ എം എം എഫ് ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ആണ് നമ്മൾക്ക് റിലക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എം എം എഫിൻ്റെ യൂണിറ്റ് അറിയാം, ആംപിയർ ടേൺസ്, ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് വെബർ. ഓക്കെ, സോ ഹിയർ റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺസ് പെർ വെബർ. Okay, then question number 9. Which defines the flux density is always lagging behind the magnetizing force? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കിതിൽ ഏതാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫ്ലക്സ് ഡെൻസിറ്റി എല്ലായ്പ്പോഴും മാഗ്നറ്റൈസിങ് ഫോഴ്സിൻ്റെ ബിഹൈൻഡായിട്ട് ലാഗ് ചെയ്ത് പിന്തുടർന്ന് പോവുകയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് താഴെ പറഞ്ഞിട്ടുള്ള എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഹിസ്റ്ററിസിസ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ സി മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓപ്ഷൻ ഡി റെസിജ്വൽ മാഗ്നറ്റിസം. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി ആൾവേസ് ലാഗിങ് ബിഹൈൻഡ് ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ഹിസ്റ്ററിസിസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മളിവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടെന്താ, ഇതാണ് ഹിസ്റ്ററിസിസ് കർവ്. അതായത് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് ആ ഒരു ബി എച്ച് കർവ്. ഓക്കെ, അതിന് നമ്മൾ ഹിസ്റ്ററിസിസ് കർവ് എന്നും പറയും. ഓക്കെ, അപ്പം ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് ലാഗിങ് ബിഹൈൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് മീൻസ് ഹിസ്റ്ററിസിസ്. ഇനി ആ ഒരു കർവ് തരുന്നത് നമുക്ക് ആക്ച്വലി ആ ഒരു ലൂപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹിസ്റ്ററിസിൻ്റെ ഏരിയ ആണ്, ഹിസ്റ്ററിസ് ലോസ് ആണ് ആക്ച്വലി അത് തരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഇസ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമുക്ക് താഴെ തന്നിട്ടുള്ള ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ്? ഓപ്ഷൻ എ വുഡ്, ഓപ്ഷൻ ബി നിക്കൽ, ഓപ്ഷൻ സി പ്ലാറ്റിനം, ഓപ്ഷൻ ഡി മാംഗനീസ്. അപ്പോൾ നമുക്ക് ഡയാമാഗ്നറ്റിക് എന്താ ഞാൻ മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, വുഡാണ് ഈ തന്നിട്ടുള്ള ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ സറൗണ്ടിങ് മെറ്റൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഒരു മെറ്റലിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഒരു എഫക്റ്റ് എന്താണ്? ഓക്കെ, എഫക്റ്റ് ഓൺ സറൗണ്ടിങ് മെറ്റൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഓപ്ഷൻ എ ഹിസ്റ്ററിസിസ്, ഓപ്ഷൻ ബി സ്കിൻ എഫക്റ്റ്, ഓപ്ഷൻ ഡി
ഓപ്ഷൻ സി എഡി കറണ്ട്, ഓപ്ഷൻ ഡി ഡൈഇലക്ട്രിക് സ്ട്രെസ്. അപ്പോൾ നമ്മൾക്കിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള മെറ്റലിന് ചുറ്റുണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, എഡി കറണ്ട് ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ഈസ് ഇല്ലസ്ട്രേറ്റഡ്? നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിനകത്ത് കണ്ടോ നമുക്കൊരു മാഗ്നറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതായത് രണ്ട് നോർത്ത് നിന്ന് ഇങ്ങോട്ടേക്കും സൗത്ത് നിന്ന് ഓപ്പോസിറ്റായിട്ട് ഡയറക്ഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾക്ക് ഈ ഫിഗറിൽ മാഗ്നറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് തന്നിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി, ഓപ്ഷൻ ബി ഇൻഡക്ഷൻ പ്രോപ്പർട്ടി, ഓപ്ഷൻ സി സാച്ചുറേഷൻ പ്രോപ്പർട്ടി, ഓപ്ഷൻ ഡി പോൾസ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ തന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, ഡയറക്റ്റീവ് പ്രോപ്പർട്ടിയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മളൊരു മാഗ്നറ്റ് ഒരു നൂലിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ചുമ്മാ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അതെപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമായിരിക്കും ആ ഒരു മാഗ്നറ്റ് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Okay, then question number 13. What indicates the shape of a BH curve, that is hysteresis loop of material? അതായത് നമുക്ക് ആ ഒരു ബി എച്ച് കർവിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററിസ് ലൂപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ റിലക്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ, ഓപ്ഷൻ ബി ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ, ഓപ്ഷൻ ഡി പുള്ളിംഗ് പവർ ഓഫ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ബി എച്ച് കർവിൻ്റെ ഷേപ്പ് ആ മെറ്റീരിയലിൻ്റെ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു കർവിൻ്റെ ഷേപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഈസ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹിയർ വി ഹാവ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ എയർ, ഓപ്ഷൻ ബി സ്റ്റീൽ, ഓപ്ഷൻ സി ഗ്ലാസ്, ഓപ്ഷൻ ഡി വാട്ടർ. തന്നിട്ടുള്ള ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഹിയർ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ എയർ. Okay, then next question number 15. Which method of magnetization is used to make commercial purpose permanent magnets? ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഏത് മാഗ്നറ്റൈസേഷൻ്റെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഇൻഡക്ഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി സിംഗിൾ ടച്ച് മെത്തേഡ്, ഓപ്ഷൻ സി ഡബിൾ ടച്ച് മെത്തേഡ്, ഓപ്ഷൻ ഡി ഡിവൈഡഡ് ടച്ച് മെത്തേഡ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഇവ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാഗ്നറ്റിനെ ഉണ്ടാക്കുന്ന മാഗ്നറ്റൈസേഷൻ മെത്തേഡുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കൊമേഴ്ഷ്യലി നമുക്ക് ഒരു പെർമനൻറ്റ് മാഗ്നറ്റിനെ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ള ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് ആ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ള പെർമനൻറ്റ് മാഗ്നറ്റ്സുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മാഗ്നറ്റിസം എന്ന മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.